ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാജസ്ഥാൻ യാത്രയുടെ ഭാഗമായി ഞാൻ ഇപ്പോൾ ജയ്പൂരിലാണ്. ജയ്പൂരിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഉദയപൂരിലേക്ക് പോകും. അതിനു മുമ്പായി ജയ്പൂരിലെ ആൽബർട്ട് ഹാൾ മ്യൂസിയം സന്ദർശിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈജിപ്ഷ്യൻ മമ്മി മുതൽ വളരെയധികം കളക്ഷൻസ് ഉള്ള ഒരു മ്യൂസിയമാണിത്. ഇന്ത്യയിലെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ശേഖരങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുരാതന മ്യൂസിയങ്ങളിലൊന്നാണിത്. ജയ്പൂരിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം. 1876 വെയിൽസിലെ രാജകുമാരനായിരുന്ന പിന്നീട് ബ്രിട്ടനിലെ രാജാവായ ആൽബർട്ട് എഡ്വേർഡ് ആറാമനാണ് ഈ മ്യൂസിയത്തിന് തറക്കല്ലിട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. ഗവൺമെൻറ് സെൻട്രൽ മ്യൂസിയം എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന വൻ ശേഖരമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ തന്നെ രാജ്യഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന 1800കളിലും 1900ൻ്റെ തുടക്കത്തിലുമുള്ള ഉപകരണങ്ങൾ തുടങ്ങി ധാരാളം കളക്ഷൻസിൻ്റെ ഒരു മായാപ്രപഞ്ചം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AD 2-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി കണ്ടെത്തിയ മനോഹര ശില്പങ്ങളുടെ ഒരു വൻ കളക്ഷൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അന്ന് രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ധാരാളം ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ആയുധങ്ങളാണ്. അന്നത്തെ തോക്കുകൾ, വടിവാളുകൾ, കുന്തങ്ങൾ, പടച്ചട്ടകൾ, പരിചകൾ എന്നു വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ പേര് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
താഴത്തെ നിലയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി മുകളിലെ നിലയിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. രാജാവിൻ്റെയും അവരുടെ ഫാമിലിയുടെയും വസ്ത്രശേഖരമാണ് ഇവിടെ ഈ കാണുന്നത്. വിവിധ തലപ്പാവുകൾ, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടാൽ തീരില്ല, അത്രയ്ക്കുണ്ട്. ഞങ്ങളിവിടെ ഒരു ഓട്ടപ്രദക്ഷിണം തന്നെ ഞാൻ നടത്തുകയാണ്. എല്ലാം കണ്ട് കഴിയണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. ഈ കാണുന്നതാണ് ഈജിപ്ഷ്യൻ മമ്മി. നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ ചരിത്രങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ള ഈ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 2011 ഈ മമ്മിയുടെ ഒരു എക്സ്റേ എടുക്കുകയുണ്ടായി. ആ എക്സ്റേ ഫിലിം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മമ്മിയുടെ എക്സ്റേ ഫിലിമാണ് ഈ കാണുന്നത്. എല്ലുകൾക്ക് പോലും കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഈ എക്സ്റേയിൽ നിന്ന് കാണാൻ സാധിക്കും. ജയ്പൂർ കൊട്ടാരങ്ങളിലെയും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതുമായ പലതരം സംഗീതോപകരണങ്ങൾ നമുക്കിവിടെ കാണാം. കണ്ടു തീരാത്തത്ര ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം നിന്ന് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ പേരുകളോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് കാഴ്ചകളാണ്. പക്ഷേ ടൈം കുറവായതിനാൽ ഞങ്ങളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളും അതിവിസ്മയകരമായ കളക്ഷനുകളും എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ജയ്പൂരിൽ നിന്നും ഉദയപൂരിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അവിടുത്തെ മനോഹര കാഴ്ചകളുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടാ. ബായ്.